മിടുക്കർ മണ്ണ് തിന്നപ്പോൾ നീയൊക്കെ എവിടെയായിരുന്നു? കേരളത്തിലുള്ള സകല എംപിമാരും നേതാക്കളും നാണമില്ലാതെ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു പയ്യന്റെ പിന്നാലെ മണപ്പിച്ച് നടക്കുകയാണ് ഡൽഹിയിൽ. നാണമില്ല നിങ്ങൾക്ക്? കോൺഗ്രസ്സുകാരായിട്ടുള്ള ഇത്രയും എംപിമാർ, CPM-ൽ നിന്ന് റഹീമും ജോൺ ബ്രിട്ടാസും ഈ പറയുന്ന അഭിജിത്ത് ദീപ്കയും അവരുടെ പിള്ളേരുടെയും പുറകെ മണപ്പിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മുദ്രാവാക്യം പോലുമില്ല. അതുകൊണ്ടാണ് അഭിജിത്ത് ദീപ്കെ ഉയർത്തിയ രാഷ്ട്രീയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് 4 പേര് കൂടുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാണമില്ലാതെ ഈ അഭിജിത്ത് ദീപ്കയുടെ പുറകെ നടക്കുന്നത്. അഭിജിത്ത് ദീപ്കെ എവിടുന്നാണ് വരുന്നത്? നിങ്ങൾ പറയുന്ന അമേരിക്കൻ സാമ്രാജ്യ രാജ്യത്ത് നിന്നാണ് അഭിജിത്ത് ദീപ്കെ പറന്നിറങ്ങുന്നത്. അയാൾ ഉയർത്തുന്ന രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾക്ക് നിങ്ങൾ കുടപിടിക്കുകയാണ്. അയാൾക്ക് എവിടുന്നാണ് ഇത്രമാത്രം ഫണ്ട് വരുന്നത്? അയാൾക്ക് എവിടുന്നാണ് ഇത്രമാത്രം അനുയായികളെ കിട്ടുന്നത്? അങ്ങനെ നിഗൂഢമായ ഒരാളാണ് അഭിജിത്ത് ദീപ്കെ. അയാൾക്ക് വേണ്ടി പോയി മുദ്രാവാക്യം വിളിച്ച് തൊണ്ട പൊട്ടി വിളിക്കുകയാണ് ജോൺ ബ്രിട്ടാസും റഹീമും KC വേണുഗോപാലും അടക്കമുള്ളവർ. CPIM ഇവിടെ 2026-ൽ തകർന്നടിഞ്ഞത് കോൺഗ്രസിന്റെ മിടുക്കുകൊണ്ടായിരുന്നില്ല, മറിച്ച് 10 വർഷം പിണറായി വിജയൻ കാണിച്ച ധിക്കാരത്തിന്റെ ഫലമായിട്ട് CPM സഖാക്കളടക്കം വോട്ട് ചെയ്തുകൊണ്ടാണ് VD സതീശനെ അധികാരത്തിലെത്തിയത്. അല്ലാതെ CPIM-ന്റെ മിടുക്ക് കൊണ്ടല്ല, കോൺഗ്രസിന്റെ മിടുക്ക് കൊണ്ടല്ല. ഇവിടുത്തെ CPIM സഖാക്കളടക്കം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, പിണറായിസം എന്ന് പറയുന്ന പുതിയ ഒരു സിദ്ധാന്തത്തെ എതിർത്തുകൊണ്ടാണ് വോട്ട് ചെയ്തത്. മാർക്സിസം എന്ന് പറയുന്ന ആദർശത്തിന് എതിരായിട്ടല്ല സഖാക്കൾ വോട്ട് ചെയ്തത്, മറിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന മുണ്ടുടുത്ത കിം ജോങ് ഉന്നിന്റെ ഈ ധിക്കാരങ്ങൾ കണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ, സഖാക്കളടക്കമുള്ള കേരളത്തിലെ പൊതുജനങ്ങൾ 2026-ൽ UDF-ന് അനുകൂലമായി നിലപാടെടുത്തതും UDF-നെ അധികാരത്തിൽ എത്തിച്ചതും. അല്ലാതെ കോൺഗ്രസിന്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല. പിണറായി വിരുദ്ധ വോട്ടുകളാണ് കോൺഗ്രസിന് കിട്ടിയത്. ഇപ്പോൾ കൂടും കുടുക്കയും എടുത്ത് എല്ലാം കൂടെ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന എങ്ങാണ്ട് നിന്ന് വന്ന ഒരുത്തന്റെ പുറകെ പോയിരിക്കുകയാണ്. അയാൾക്ക് കിട്ടുന്ന 4-5 ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾ കൂടി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അഭിജിത്ത് ദീപ്കയുടെ സമരത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് CPM-ഉം കോൺഗ്രസും അടക്കമുള്ളവർ. അങ്ങനെ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന അമേരിക്കൻ സാമ്രാജ്യത്വ രാജ്യത്ത് നിന്ന് പറന്നെത്തി ഇവിടെ വന്ന് രാജ്യവിരുദ്ധ സമരം ചെയ്യുന്ന അവർക്കൊപ്പം കൂടിയിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസും റഹീമും KC വേണുഗോപാലും അടക്കമുള്ള ഇവിടുത്തെ കേരളത്തിൽ നിന്നുള്ള MPമാർ. റഹീമൊക്കെ വന്ന് ആഹ്വാനം ചെയ്യുകയാണ്. റഹീമൊക്കെ നേരിട്ട് വന്നിട്ട് കത്തിച്ചോളൂ, രാജ്യം കത്തിച്ചോളൂ എന്ന തരത്തിൽ കൊട്ടേഷനാണ് കേട്ടോ, അല്ലാതെ നേരിട്ട് പോയി കത്തിക്കാനല്ല റഹീം പറയുന്നത്. അങ്ങനെ റഹീമിന്റെ ചോര തിളയ്ക്കുകയാണ്. തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്നൊക്കെ പറഞ്ഞതുപോലെ റഹീമിന്റെ ചോര CJP-ക്കാരെ കണ്ടപ്പോഴങ്ങനെ തിളച്ച് മറിയുകയാണ്. റഹീമിന്റെ വാക്കുകൾ കേൾക്കൂ. അടുത്തത് ഇതാ വരുന്നു. ജോൺ ബ്രിട്ടാസ് വാങ് ചുങ് എന്ന് പറയുന്ന ഏതോ ഒരുത്തനെ മണപ്പിച്ചിട്ട് വരുന്നു. അയാൾക്ക് ഈ നിരാഹാരം കിടന്നതിന്റെ പേരിൽ പൊക്കിയെടുത്ത് ആശുപത്രിയിലിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഉത്തരമില്ല. ഇന്ന് ഞങ്ങള് ആശുപത്രിയിൽ പോയി സോണം വാങ് ചുക്കിനെയും അദ്ദേഹത്തിന്റെ പത്നി ഗീതാഞ്ജലിയെയും കണ്ടിരുന്നു. അരമണിക്കൂറിലേറെ അദ്ദേഹത്തിന്റെ മുറിയിൽ
ഞങ്ങൾ ചെലവിട്ടു. 20ഓളം എംപിമാര് എഴുതിയ കത്ത് അദ്ദേഹത്തിന് കൈമാറി. അദ്ദേഹത്തിന്റെ ജീവൻ വളരെ വിലപിടിപ്പുള്ളതാണ്. ഇനിയും ഒരുപാട് പോരാട്ടങ്ങൾ നയിക്കാൻ വേണ്ടി അദ്ദേഹം ജീവിച്ചിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം ഈ നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞു. അതേസമയം തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഉത്കണ്ഠകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്കണ്ഠ എന്ന് പറയുന്നത് ഈ സർക്കാർ ഇവിടെയുള്ള ഈ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുമോ, കിരാത നിയമങ്ങൾ UAP ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഈ കുട്ടികളുടെ മേൽ ചുമത്തുമോ എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് സർക്കാരിൽ നിന്ന് ചില ഉറപ്പുകൾ ലഭിച്ചാൽ മാത്രമല്ലേ എനിക്ക് നിരാഹാരം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. ഈ നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ മാനിക്കുന്നു. അദ്ദേഹം ഇന്നലെ JP നഡ്ഡയും മറ്റ് മന്ത്രിമാരും കണ്ടപ്പോൾ, ജിതേന്ദ്ര പ്രസാദും കണ്ടപ്പോൾ ഇതേ അഭിപ്രായം പറഞ്ഞിരുന്നു. ധർമ്മേന്ദ്ര പ്രധാനിന്റെ രാജി തന്നെ ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ പ്രതികരണം എന്താണെന്ന് മനസ്സിലാക്കേണ്ടി വരും. അദ്ദേഹം സർക്കാരിന് കത്തെഴുതുമെന്നാണ് പറയുന്നത്. അതായത് ഈ കുഞ്ഞുങ്ങളെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ പാടില്ല, അത്തരമൊരു ഉറപ്പ് തനിക്ക് കിട്ടണമെന്നാണ് സോനം വാങ്ചുക്ക് പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നതാണല്ലോ ആവശ്യം. നീറ്റ് പരീക്ഷയിലെ ആത്മഹത്യയാണല്ലോ പ്രശ്നം. ഇവിടേക്ക് വരൂ, ജോൺ ബ്രിട്ടാസ് കേരളത്തിലേക്ക് വരൂ, റഹീം കേരളത്തിലേക്ക് വരൂ, KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് MPമാർ കേരളത്തിലേക്ക് വരൂ. കേരളത്തിലെ PSCയിൽ എന്താണ് നടന്നത്? കഴിഞ്ഞ 10 വർഷമായി PSCയിൽ എന്താണ് നടന്നത്? PSCയിലെ റാങ്ക് ലിസ്റ്റ് തിരുത്തിയിട്ട് പിൻവാതിൽ കൂടി നിയമനം നടത്തി മിടുക്കന്മാരെ ഒതുക്കി ചവിട്ടിക്കൂട്ടിയത് ഈ പറയുന്ന റഹീമിന്റെയും ജോൺ ബ്രിട്ടാസിന്റെയും പാർട്ടിയായിരുന്നില്ലേ? അന്ന് എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ അടക്കമുള്ള MPമാർ മൗനം പാലിച്ചത്? നിങ്ങൾക്ക് ജോൺ ബ്രിട്ടാസിനും റഹീമിനും ഓർമ്മയുണ്ടാകുമല്ലോ. കഴിഞ്ഞ ആഴ്ച മിടുക്കന്മാരായിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച മിടുക്കന്മാരും മിടുക്കുകളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണുവാരത്തിനാണ് പ്രതിഷേധിച്ചത്. അവർക്ക് മുന്നിൽ എവിടെയാണ് നിങ്ങളുടെ പ്രതിഷേധം അസ്തമിച്ചു പോയത്? അവർക്ക് മുന്നിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിപ്ലവ വീര്യം ഉയരാത്തത്? അവർ മിടുമിടുക്കരാണ്. അവരെ ചതിച്ച സർക്കാരാണ് കഴിഞ്ഞ 10 വർഷം അധികാരത്തിലിരുന്നത്. ഇപ്പോഴും അവരെ ചതിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഇവിടെ വന്ന് സമരം ചെയ്യൂ. ഈ പറയുന്ന റാങ്ക് ഹോൾഡേഴ്സിന് മുന്നിൽ സമരം ചെയ്യൂ. അവരോട് ഐക്യദാർഢ്യപ്പെടൂ. അല്ലാതെ ഡൽഹിയിൽ എങ്ങാണ്ട് കിടക്കുന്ന അഭിജിത് ദീപ്കയും പാറ്റ പാർട്ടിയുടെയും പുറകെ പോയി അവനെ മണപ്പിച്ച് അവനെ ആഹ്വാനം ചെയ്ത് നാണമില്ല നിങ്ങൾക്ക്? ഇവിടെ കേരളത്തിലെ മിടുക്കന്മാർ മണ്ണുവാരി തിന്നുമ്പോൾ നീയൊക്കെ എവിടെയാണ് എന്നാണ് കേരളക്കാർ ചോദിക്കുന്നത്. നീയൊക്കെ എവിടെ പോയി? ഇവിടെ പറഞ്ഞ മിടുക്കന്മാർ അവർക്ക് ജോലി കിട്ടേണ്ടതല്ലേ? അവർ റാങ്ക് ലിസ്റ്റിലുള്ളവരല്ലേ? എന്തുകൊണ്ടാണ് നിയമനം നടത്താത്തത് എന്ന് ബ്രിട്ടാസ് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് റഹീം ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് KC വേണുഗോപാൽ അടങ്ങുന്ന കോൺഗ്രസിന്റെ ടീം UDF ചോദിക്കുന്നില്ല? അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് ഈ മണ്ണുവാരത്തിന് നമ്മുടെ മിടുക്കന്മാരുടെ മുന്നിൽ വന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തത്? ഇങ്ങനെ മണ്ണുവാരത്തിന് നമ്മുടെ മിടുക്കന്മാരെ വിട്ടിട്ട് പോയിരിക്കുന്നു ഡൽഹിയിലേക്ക്. അവിടെ അഭിജിത്ത്, പിന്നെന്തോ വാങ്ചുങ്, ഇവന്റെയൊക്കെ പുറകെ നടക്കാതെ ഇവിടേക്ക് വരൂ ബ്രിട്ടാസ്, ഇവിടേക്ക് വരൂ റഹീം, നമ്മുടെ കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് വരൂ. ഈ മണ്ണുവാരത്തിന് നമ്മളെ മിടുക്കന്മാരെ കാണൂ. അത് നിങ്ങളുടെ ഫലമായിട്ടാണ്, നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം, നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആ നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മിടുക്കർക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് മണ്ണുവാരി തിന്നേണ്ടി വരുന്നത്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൂ റഹീമെ, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൂ ബ്രിട്ടാസെ, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൂ കോൺഗ്രസ് MPമാരെ. നിങ്ങൾ എന്തിനാണ് വല്ലവന്റെ പുറകെ പോയി അവന്റെ പുറകെ പോയി കിടക്കുന്നത്? കേരളത്തിലേക്ക് വരൂ. കേരളത്തിലെ പ്രശ്നം ആദ്യം പരിഹരിക്കൂ. തീർന്നില്ല. 266 ദിവസമാണ് ഇവിടെ ആശാമാർ സമരം ചെയ്തത്. നിന്റെയൊക്കെ മൂക്കിന് മുന്നിലാണ് ഈ പാവപ്പെട്ട ആശാ വർക്കർമാർ സമരം ചെയ്തത്. നീയൊക്കെ അന്ന് എവിടെയായിരുന്നു? അന്ന് ഇവരോട് ഐക്യപ്പെടാതെ നീയൊക്കെ എവിടെ പോയി ഇരിക്കുമായിരുന്നു? ഇപ്പോൾ അവിടെ കിടന്ന് കാറിക്കൂന്നുണ്ടല്ലോ ഡൽഹിയിൽ. എന്തുകൊണ്ടാണ് 226 ദിവസം നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരായിട്ടുള്ള ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തപ്പോൾ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ നീയൊക്കെ എവിടെ പോയേക്കുമായിരുന്നു? നീയൊക്കെ എന്തുകൊണ്ടാണ് അവരോട് ഐക്യപ്പെടാതെ പോയത്?
അവർക്ക് നിങ്ങൾ അവസാനം നൽകിയ എത്ര രൂപയാണ്? 1000 രൂപയാണ്. 1000 രൂപ. അങ്ങനെ നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്ന ഈ എ റഹീമും ജോൺ ബിട്ടാസും KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് ടീം MP-മാരും കേരളത്തിലേക്ക് വരൂ. നിങ്ങൾ കേരളത്തിലെ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഈ PSC റാങ്ക് ലിസ്റ്റിൽ അവർക്ക് ഇടം പിടിക്കുന്നില്ല. 15 മാസമായി അവർ സമരരംഗത്തുണ്ടായിട്ട് 15 മാസമായിട്ട് അവർക്ക് ജോലി കിട്ടുന്നില്ല. അവർ പഠിച്ച് രാത്രിയിൽ ഉറക്കളച്ച് പഠിച്ച് മിടുക്കരായവരാണ്. അവർക്കാണ് നിങ്ങൾ ജോലി നിഷേധിക്കുന്നത്. PSCയിലെ പിൻവാതിൽ നിയമനം പുനരന്വേഷിക്കൂ. ഈ പറയുന്ന ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട മിടുക്കന്മാർക്ക് ജോലി കൊടുക്കൂ. എന്നിട്ട് മതി ഡൽഹി പോയിട്ട് ഈ കോക്രോച്ച് പാർട്ടിയെ താങ്ങിക്കൊടുക്കാൻ. നാണമില്ലേ? നാണമില്ലേ നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കാൻ? ആദ്യം കേരളത്തിലേക്ക് വരൂ. ആശാമാരോട് നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽപ്പെട്ട മിടുക്കന്മാരെയും മിടുക്കികളെയും മണ്ണ് വാരിത്തിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പോയില്ലേ? അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.